അപ്പോൾ നമ്മൾ ഓൾറെഡി ഓറിയൻസിൻ്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പരിചയപ്പെട്ടു. അപ്പോൾ ഇനി ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ സമൂഹത്തിലേക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓറിയൻസ് നമുക്കൊരു ബിസിനസ് അവസരം കൂടി ഇവിടെ തരുന്നുണ്ട്. ആ ഒരു ബിസിനസ് അവസരം നമുക്ക് എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും, ഓറിയൻസിൻ്റെ ഈ ബിസിനസ് പ്ലാൻ അഥവാ മാർക്കറ്റിംഗ് പ്ലാൻ എന്താണെന്നുള്ളതാണ് നമ്മളിനി വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് വയ്ക്കുക. എല്ലാ വ്യക്തികൾക്കും ഇന്ന് പൊതുവായിട്ട് കാണുന്ന ഒരു വലിയ സ്വപ്നമാണ് കടമില്ലാത്ത സ്വന്തമായിട്ടുള്ളൊരു വീട്, ശരിയല്ലേ? ഇനി സ്വന്തം വീട് എത്രത്തോളം വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു 4 വീലർ അഥവാ കാർ. സ്വന്തമായിട്ടും കുടുംബത്തിനോടൊപ്പം ഒരു മഴയൊന്നും നനയാതെ വെയിൽ കൊള്ളാതെ കുടുംബസമേതം സഞ്ചരിക്കാനുള്ള ഒരു കാറിനെ പറ്റി ആലോചിക്കാത്തതും സ്വപ്നം കാണാത്തതുമായിട്ടുള്ള ഒരു മലയാളി പോലും ഇല്ലെന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ കുട്ടികളെ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കണം, നല്ല സ്കൂളുകൾ വിട്ടു പഠിപ്പിക്കണം, നല്ല ഉയർന്ന വിദ്യാഭ്യാസം സ്വന്തം കുട്ടികൾക്ക് കൊടുക്കണമെന്നുള്ളതും ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമാണ്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമാണ് അത്യാവശ്യം നല്ലൊരു ബാങ്ക് ബാലൻസ്. പക്ഷേ നമ്മളിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ കാലത്ത് എത്ര പേർക്ക് നല്ല രീതിയിലുള്ള വീടുകൾ വാങ്ങുന്നതിനും നല്ല വാഹനങ്ങൾ വാങ്ങുന്നതിനും കുട്ടികളെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നതിനും അത്യാവശ്യം നല്ലൊരു ബാങ്ക് ബാലൻസും സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പലർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഒരു നോർമൽ വ്യക്തിയുടെ ലിവിങ് എക്സ്പെൻസ് മന്ത്ലി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25,000 രൂപയെങ്കിലും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജീവിത ചെലവുകൾ കൂടുന്നു, കിട്ടുന്ന വരുമാനം ഒന്നിനും തികയാത്ത ഒരു അവസ്ഥ. അവിടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ബിസിനസ്സുകാരായിരിക്കും. നല്ല കോടിക്കണക്കിന് വിലപിടിപ്പുള്ള വീടുകളിൽ താമസിക്കുന്ന, നല്ല ലക്ഷറീസ് ആയിട്ടുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന, കുട്ടികളെ നല്ല സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കുന്ന, അതുപോലെ തന്നെ നല്ല ബാങ്ക് ബാലൻസ് ഉള്ള വ്യക്തികളെല്ലാം ബിസിനസ്സുകാരായിരിക്കും. അവരാരും തന്നെ ഒരു ജോലിക്കാരായിരിക്കില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കടന്നു വരാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും നമുക്കറിയാം ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ലക്ഷക്കണക്കിന് രൂപയോ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പം പലപ്പോഴും നമ്മുടെ കയ്യിൽ അത്തരത്തിലുള്ള വരുമാനം അല്ലെങ്കിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബിസിനസ്സിലേക്ക് വരുന്നില്ല. ഇനി എവിടെന്നെങ്കിലും ഒന്ന് റോൾ ചെയ്തോ കടം മറിച്ചോ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 1% പോലും ഉറപ്പില്ല വിജയിക്കുമെന്ന്. കാരണം ഇന്ന് ബിസിനസ്സിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ 2, 3, 5 വർഷം കഴിയുമ്പോൾ ബിസിനസ്സിൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ടഫ് കോമ്പറ്റീഷനുമാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, സാധാരണക്കാർ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് ഓറിയൻസ് നമുക്ക് തരുന്ന ഈ ഒരു ബിസിനസ് അവസരം. ഞാൻ ഇനി ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു ബിസിനസ് അവസരത്തിന് വേണ്ടിയിട്ട് 1 രൂപയുടെ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള നഷ്ടസാധ്യതയുമില്ല. നമുക്ക് ആത്മാർത്ഥമായിട്ട് ബിസിനസ്സായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായാൽ, ഇതിനെ ഒരു ബിസിനസ്സായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റിംഗ് പ്ലാൻ ഓറിയൻസിനുണ്ട്. അതിൽ എന്താണ് ഓറിയൻസിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ എന്നുള്ളതാണ് നമ്മളിനി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് പോകുന്നത്. ഇവിടെ ഫ്രീ രജിസ്ട്രേഷനാണ്. ഇവിടെ ഒരു രീതിയിലുള്ള മെമ്പർഷിപ്പ് ഫീസോ രജിസ്ട്രേഷൻ ഫീസോ ഓറിയൻസ് ഈടാക്കുന്നില്ല. ഉൽപ്പന്നം വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഓറിയൻസിൻ്റെ മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഒപ്പം അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് അസോസിയേറ്റ് ആയിട്ട് മാറുന്നു, ഓറിയൻസ് IB ആയിട്ട് മാറുന്നു. അദ്ദേഹത്തിന് ഇവിടെ ഒട്ടനവധി ബെനിഫിറ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 20% വരെ ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റ്സ് കിട്ടുമെന്നുള്ളതാണ്. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ കിട്ടും, DP റേറ്റിൽ കിട്ടും. MRP കൊടുക്കേണ്ട ആവശ്യമില്ല. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡിസ്കൗണ്ട് റേറ്റിൽ പ്രോഡക്റ്റുകൾ കിട്ടും. അതുപോലെ തന്നെ 30 days മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഒരു ഉൽപ്പന്നം വാങ്ങി അദ്ദേഹത്തിന് വേണ്ടെന്ന് തോന്നിയാൽ 30 ദിവസത്തെ സമയം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിന് റിട്ടേൺ ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി കൊടുക്കുന്നു. ഇത് പറയാൻ തുടങ്ങിയിട്ട് 10 വർഷമായി, ഇന്ന് വരെ ഒരു സിംഗിൾ പ്രോഡക്റ്റ് പോലും എൻ്റെ അറിവിൽ തിരിച്ചു വന്നിട്ടില്ല. അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് ബിസിനസ് വോളിയം സിസ്റ്റം. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും നമ്മുടെ കെയർ ഓഫിൽ വരുന്ന ബിസിനസ് വോളിയവും അക്യുമുലേറ്റ് ചെയ്ത് വരുന്നു. എന്താണ് ബിസിനസ് വോളിയം എന്ന് വെച്ചാൽ, ഓരോ ഉൽപ്പന്നത്തിനും കമ്പനി ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്, MRP ഒപ്പം ബിസിനസ് വോളിയം നിശ്ചയിച്ചിട്ടുണ്ട്. MRP എന്ന് പറയുന്നത് കസ്റ്റമറിന് കിട്ടുന്ന വില, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടുന്ന വില, അതിന് ഒരു പോയിന്റ് വാല്യൂ അഥവാ ബിസിനസ് വോളിയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, ഓറിയൻസ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. വിവിധ രാജ്യങ്ങളിൽ കമ്പനി ബിസിനസ് ചെയ്യുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും കറൻസി സെയിം അല്ല, പല രാജ്യങ്ങളുടെ കറൻസി വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളുടെയും ബിസിനസ്സിനെ ഒന്ന് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് ബിസിനസ് വോളിയം.
ആ ബിസിനസ് വോളിയം ഒരു പ്രോഡക്റ്റിന് കമ്പനി നിശ്ചയിച്ചിട്ടുള്ള ബിസിനസ് വോളിയം അത് ഇന്ത്യയിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും മലേഷ്യയിലാണെങ്കിലും ഫിലിപ്പീൻസിലാണെങ്കിലും ഈവൻ ദുബായിലാണെങ്കിലും സെയിം ആയിരിക്കും. പക്ഷേ കൊടുക്കേണ്ട ആ ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് ചിലപ്പോൾ ഇന്ത്യയിലെ രൂപയിലായിരിക്കും, മറ്റ് രാജ്യങ്ങളിൽ അവരുടെ കറൻസിയിലായിരിക്കും. ആ കറൻസികൾക്ക് വ്യത്യാസമുണ്ടാകും, പക്ഷേ വാങ്ങുന്ന പ്രോഡക്റ്റ് സെയിം ആയിരിക്കും, കിട്ടുന്ന ബിസിനസ് വോളിയം സെയിം ആയിരിക്കും. അത് അക്യുമുലേറ്റ് ചെയ്ത് വരികയും ചെയ്യും. അതുപോലെ തന്നെ ലൈഫ് ടൈം മെമ്പർഷിപ്പാണ്. വർഷാവർഷം പുതുക്കേണ്ട ആവശ്യം ഇവിടെയില്ല. നിങ്ങൾ ഒരിക്കൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ ഓറിയൻസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ലൈഫ് ടൈം മെമ്പർഷിപ്പാണ്. നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ മെമ്പർഷിപ്പ് ഐ ഡിയിൽ എന്തൊക്കെ ആനുകൂല്യമാണോ ഓറിയൻസ് തരുന്നത് അത് നിങ്ങളുടെ അവകാശിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അത് ഫ്രീ ആയിട്ട് തരുന്നു. ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു പൈസ പോലും ഇവിടെ മുടക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഉൽപ്പന്നം വാങ്ങണം. ഒരു 4500 ബിസിനസ് വോളിയം വരുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ നിങ്ങൾ കമ്പനിയുടെ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ അഥവാ ഒരു 1 ഡയമണ്ട് എന്ന് പറയുന്ന പ്രൊമോഷൻ റാങ്കിലേക്ക് എത്തും. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് വാങ്ങാം. ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് കൂടുതൽ വാങ്ങിക്കൊണ്ട് വാങ്ങാം. ഇല്ലെങ്കിൽ വിവിധ പാക്കേജുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഹെൽത്തി 2020 കിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം. നിങ്ങൾ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ബിസിനസ് ചെയ്യാൻ തയ്യാറായാൽ ഓറിയൻസ് നിങ്ങൾക്ക് തരുന്നത് 7 തരത്തിൽ വരുമാനം നേടാനുള്ള ഒരു അവസരമാണ്. ഓറിയൻസിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ്റെ പേര് ഹൈബ്രിഡ് യൂണിലെവൽ പ്ലാനാണ്. പ്ലാൻ എന്നാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ്റെ പേര്. ഇതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 7 തരത്തിലാണ്. ഒന്നാമത്തത് റീറ്റെയിൽ ബോണസ്, രണ്ടാമത്തത് ഫാസ്ട്രാക്ക് ബോണസ്, മൂന്നാമത്തത് കോമ്പൻസേഷൻ ബോണസ്, നാലാമത്തത് പേഴ്സണൽ പർച്ചേസ് ബോണസ്, അഞ്ചാമത്തത് പാർട്ണർഷിപ്പ് ബോണസ്, ആറാമത്തത് റിവാർഡ്, ഏഴാമത്തത് ഹോണററി ബോണസ്. ഇത്തരത്തിലുള്ള 7 തരത്തിലുള്ള വരുമാനമാണ് ഓറിയൻസിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കമ്പനി തരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് റീറ്റെയിൽ ബോണസാണ്. റീറ്റെയിൽ ബോണസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ബോണസാണ്. സാധാരണ ഏതൊരു കച്ചവടക്കാരും എങ്ങനെയാണോ ലാഭം നേടാൻ സാധിക്കുന്നത് അതേപോലെ നമുക്കും ഓറിയൻസിൻ്റെ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ ചെയ്തുകൊണ്ട് ലാഭം നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഓറിയൻസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. നിങ്ങൾക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ 20% വരെ വില കുറച്ച് തരും. നിങ്ങൾ ആ വാങ്ങിയ ഉൽപ്പന്നം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് MRPക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ആ 20% ലാഭം കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഓരോ മാസവും ഏൺ ചെയ്യാം. നിങ്ങൾ എത്രത്തോളം റീറ്റെയിൽ ചെയ്യുമോ അത്രത്തോളം നിങ്ങൾക്ക് വരുമാനം കിട്ടും. 5000 വേണമെങ്കിൽ 5000 സമ്പാദിക്കാം, 10000 വേണമെങ്കിൽ 10000 സമ്പാദിക്കാം, 20000 50000 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിൽ റീറ്റെയിൽ നടത്തി ലാഭം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഓറിയൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അടുത്തത് രണ്ടാമത്തെ വരുമാനത്തിൻ്റെ പേര് ഫാസ്ട്രാക്ക് ബോണസ് ആണ്. ഈ ഫാസ്ട്രാക്ക് ബോണസ് കിട്ടാനുള്ള മാനദണ്ഡം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങൾ ഒരു 4500 ബിസിനസ് വോളിയത്തിൻ്റെ ഉൽപ്പന്നം നിങ്ങൾ വാങ്ങിക്കൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതോ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഓറിയൻസ് കമ്പനിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ ഉൽപ്പന്നം വാങ്ങിയതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, പരിചയക്കാരെടുത്ത ഓറിയൻസിൻ്റെ ഉൽപ്പന്നങ്ങളെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്തു. നിങ്ങളുടെ കെയർ ഓഫിൽ അവർ ഈ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്താൽ അവർ എത്ര വോളിയത്തിൻ്റെ ഉൽപ്പന്നം വാങ്ങുന്നുണ്ടോ അതിൻ്റെ 10%. ഇപ്പോൾ 4500 ബിസിനസ് വോളിയത്തിൻ്റെ ഉൽപ്പന്നം നിങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി വാങ്ങിയാൽ അദ്ദേഹം വാങ്ങുന്ന വോളിയത്തിൻ്റെ 10%. ഇപ്പോൾ 4500 വോളിയത്തിൻ്റെ ഉൽപ്പന്നമാണ് നിങ്ങളുടെ കെയർ ഓഫിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ റെക്കമെൻഡേഷനിലൂടെ ഒരു വ്യക്തി വാങ്ങിയതെങ്കിൽ അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നതിൻ്റെ 10% 450 രൂപ നിങ്ങൾക്ക് ഫാസ്ട്രാക്ക് ബോണസായിട്ട് കിട്ടും. ഇത് അൺലിമിറ്റഡ് ആണ്. നിങ്ങൾ എത്ര സെയിൽ ഇതുപോലെ ഡയറക്റ്റ് ചെയ്യുമോ ആ ഓരോ സെയിലിന് 450 രൂപ വെച്ച് കിട്ടും. ഒരു സെയിലിന് 450 ആണെങ്കിൽ 3 സെയിലിന് 1350 രൂപ, 10 സെയിലാണെങ്കിൽ 4500 രൂപ, 100 സെയിലാണെങ്കിൽ 45000 രൂപ, 1000 സെയിലാണെങ്കിൽ 4 ലക്ഷം രൂപ. ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തികളടുത്ത് ഈ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താൻ സാധിക്കുമോ ആ ഓരോ പരിചയപ്പെടുത്തുന്ന വ്യക്തിയും ഉൽപ്പന്നം വാങ്ങുമ്പോൾ ആ വ്യക്തികൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിൻ്റെ BVയുടെ 10%. ഇപ്പോൾ 4500 BVയുടെ ഉൽപ്പന്നം നിങ്ങളുടെ കെയർ ഓഫിൽ ഒരു വ്യക്തി വാങ്ങിയാൽ അതിൻ്റെ 10% 450 രൂപ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത വരുമാനം എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ബോണസാണ്. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ല, നിങ്ങളുടെ ടീമിൽ കൂടി നടക്കുന്ന സെയിൽ വോളിയത്തിനാണ് നിങ്ങൾക്കിത് കിട്ടുക. ഇപ്പം നിങ്ങൾക്ക് 2 ടീമുണ്ടാവും. ഇവിടെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് എവരി തേഴ്സ്ഡേ ആണ്. എല്ലാ വ്യാഴാഴ്ച ദിവസവും വൈകുന്നേരം 6 മണിക്കാണ് ഓറിയൻസിൻ്റെ ബിസിനസ് ക്ലോസിംഗ്. വീക്ക്ലി ബിസിനസ് ക്ലോസിംഗ് ആണ് ഇവിടെ. തിങ്കളാഴ്ച ദിവസമാണ് വരുമാനം തരുന്നത്. ഇവിടെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോമ്പൻസേഷൻ ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടീമിനെ 2ആയി തിരിക്കും. നിങ്ങളുടെ ടീമിൽ സെയിൽ കൂടുതൽ നടക്കുന്ന ടീമിനെ പവർ ടീമെന്നും സെയിൽ കുറച്ച് നടക്കുന്ന ടീമിനെ കോമ്പൻസേഷൻ ടീമെന്നും തിരിക്കും. ഓരോ ആഴ്ചയിൽ ഇത് മാറിക്കൊണ്ടിരിക്കും. എവിടെയാണോ ആ ആഴ്ചയിൽ സെയിൽ കൂടുതൽ നടന്നത് അതിനെ പവർ ടീമാക്കും, സെയിൽ ആ ആഴ്ചയിൽ കുറഞ്ഞ ടീമിനെ കോമ്പൻസേഷൻ ടീമാക്കും.
ഇങ്ങനെ 2 ടീമിൽ കൂടി നിങ്ങളുടെ പവർ ടീമിൽ 9,000 ബിസിനസ് വോളിയത്തിൻ്റെ സെയിൽ വരികയും കോമ്പൻസേഷൻ ടീമിൽ ഒരു 4,500 ബിസിനസ് വോളിയത്തിൻ്റെ സെയിൽ വരികയും ചെയ്താൽ 9,000-ഉം 4,500-ഉം കൂടി കൂട്ടി അതിനെ ഒരു ഗ്രൂപ്പായി കണക്കാക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ബിസിനസ് നിങ്ങളുടെ 2 ടീമിൽ കൂടി നടന്നാൽ ആ കോമ്പൻസേഷൻ BVയുടെ 14% എന്ന് പറഞ്ഞാൽ 630 രൂപ ഒരു ഗ്രൂപ്പിനുള്ള കോമ്പൻസേഷൻ ബോണസായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ഒരു ഗ്രൂപ്പിനാണ് 630 രൂപയെങ്കിൽ നാളെ നിങ്ങളുടെ കെയർ ഓഫിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം കൂടുന്നു, ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തികളുടെ എണ്ണം കൂടുന്നു, നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ എണ്ണം കൂടുന്നു, നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ എണ്ണം കൂടുന്നു, സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ടീമിൽ നടക്കുന്ന ബിസിനസ് വോളിയം കൂടും. അത് ഒരു ഗ്രൂപ്പിന് 630 രൂപയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊരു 10 ഗ്രൂപ്പായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിന് 6,300 രൂപ കിട്ടും. അതൊരു 100 ഗ്രൂപ്പായിട്ട് മാറിക്കഴിഞ്ഞാൽ 63,000 രൂപ കിട്ടും. ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അൺലിമിറ്റഡ് ഇൻകം. നിങ്ങൾക്ക് ഓരോ ആഴ്ചയിൽ നിങ്ങൾക്ക് എത്രത്തോളം ബിസിനസ് കൊടുക്കാൻ പറ്റുമോ അതിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് പരിധിയില്ലാതെ വരുമാനം നേടാൻ പറ്റുന്ന ഒരു അവസരമാണ് ഓറിയൻസ് നമുക്ക് തരുന്ന കോമ്പൻസേഷൻ ബോണസിൻ്റെ പ്രത്യേകത. ഇനി നിങ്ങൾ ഒരാഴ്ചയിൽ 200 ഗ്രൂപ്പിൻ്റെ വരുമാനം വാങ്ങുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയാൽ നിങ്ങൾ അറിയപ്പെടുന്നത് റോയൽ ഡയമണ്ട് എന്നാണ്. ഓറിയൻസിലെ റോയൽ ഡയമണ്ട് ആയിരിക്കും നിങ്ങൾ. ഒരാഴ്ചയിൽ 200 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കൽ റോയൽ ഡയമണ്ടായി, രണ്ടാമത്തെ ആഴ്ച റോയൽ ഡയമണ്ടായി, മൂന്നാമത്തെ ആഴ്ച റോയൽ ഡയമണ്ടായി, അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് 6 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് റോയൽ ഡയമണ്ട് റാങ്ക് പൊസിഷൻ നിലനിർത്തിയാൽ നിങ്ങൾക്ക് നിലവിലുള്ള ഐഡിയുടെ മുകളിൽ ഓറിയൻസ് തന്നെ പുതിയൊരു ഐഡി തരും. ആ ഐഡിയെ അറിയപ്പെടുന്നത് പേരൻ്റ് ഐഡി എന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് പേരൻ്റ് ഐഡി ലഭിച്ചാൽ നിങ്ങൾ അതിൻ്റെ മറു സൈഡിൽ ഒരു പുതിയ ടീമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ആ ഐഡിയിലും ഇതുപോലെ പരിധിയില്ലാതെ വരുമാനം നേടാൻ സാധിക്കും. എൻ്റെ അറിവിൽ ഇന്ന് ഇന്ത്യക്കകത്ത് ഇത്തരത്തിൽ പേരൻ്റ് ഐഡി ഓഫർ ചെയ്യുന്ന മാത്രമല്ല നേടിയവർക്ക് കൊടുത്തിട്ടുള്ള ഒരൊറ്റ കമ്പനി എന്ന് പറയുന്നത് ഓറിയൻസ് ഗ്ലോബൽ മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഇനി നിങ്ങൾക്ക് ഒരു ഐഡിയയിൽ 5 ലക്ഷം രൂപ സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ 2 ഐഡിയയിൽ വേണമെങ്കിൽ അതേ സെയിം സമയത്ത് 10 ലക്ഷം രൂപ സമ്പാദിക്കാം. ആദ്യത്തെ ഐഡിയയിൽ നിങ്ങൾ 10 ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാരന്റ് ഐഡിയയിൽ അതുപോലെ 10 ലക്ഷം രൂപ സമ്പാദിക്കാം. അപ്പോൾ നിങ്ങളുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് ഒരു 20 ലക്ഷവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം ബിസിനസ് ചെയ്യണമോ എത്രത്തോളം വരുമാനം വേണമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബിസിനസ് പ്ലാൻ ചെയ്യുവാനും പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു അവസരമാണ് ഓറിയൻസ് തരുന്നത്. ഇവിടെ സീലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ടീം ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിനോടൊപ്പം തന്നെ അടുത്ത വരുമാനമാണ് പേഴ്സണൽ പർച്ചേസ് ബോണസ്. എന്താണ് പേഴ്സണൽ പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾ ഒരുപാടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വീണ്ടും വീണ്ടും റീപർച്ചേസ് ചെയ്യും. പേസ്റ്റ് നല്ലതാണെങ്കിൽ നമ്മളത് തീരുമ്പോൾ വാങ്ങും, സോപ്പ് നല്ലതാണെങ്കിൽ തീരുമ്പോൾ വാങ്ങും, ഹെയർ ഓയിൽ, ഷാമ്പു, അങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ സ്വാഭാവികമായിട്ട് തീരുമ്പോൾ റീപർച്ചേസ് ചെയ്യാറുണ്ട്. അത് ഓറിയൻസിൽ നിന്ന് അല്ലെങ്കിൽ വെളിയിൽ നിന്നാണെങ്കിൽ നമ്മൾ റീപർച്ചേസ് ചെയ്യാറുണ്ട്. ഇനി ഓറിയൻസിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു 12 ലെവൽ പ്രൊമോഷൻ ഉണ്ട്. ഈ 12 ലെവൽ പ്രൊമോഷനിൽ നിങ്ങൾ ഏത് റാങ്കിലാണോ നിലവിൽ നിന്ന് നിൽക്കുന്നത് ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് റാങ്കിലാണോ ആ റാങ്കിനനുസരിച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വോളിയത്തിൻ്റെ 10 മുതൽ 41% വരെ പേഴ്സണൽ പർച്ചേസ് ബോണസായിട്ട് കിട്ടും. നിങ്ങളൊരു 1 ഡയമണ്ട് ആകുമ്പോൾ 10%, 2 ഡയമണ്ട് ആകുമ്പോൾ 15%, 3 ഡയമണ്ട് ആകുമ്പോൾ 20%, അങ്ങനെ തുടങ്ങി കമ്പനിയുടെ 1 ഡയമണ്ട് ക്രൗൺ അംബാസഡർ എന്ന് പറയുന്ന ടോപ്പ് മോസ്റ്റ് റാങ്കിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 41% വരെ പേഴ്സണൽ പർച്ചേസ് ബോണസ് തരുന്ന ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ് ഓറിയൻസിൻ്റെ ഹൈബ്രിഡ് യൂണി ലെവൽ പ്ലാൻ. ഇനി ഇതിനോടൊപ്പം തന്നെ അടുത്തൊരു വരുമാനം എന്ന് പറയുന്ന പാർട്ണർഷിപ്പ് ബോണസാണ്. നിങ്ങൾക്ക് പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാർട്ട്നേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആരാണ് നിങ്ങളുടെ പാർട്ട്ണർ? നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ആരെയൊക്കെയാണോ ഡയറക്റ്റ് പരിചയപ്പെടുത്തുന്നത് ആ വ്യക്തികളൊക്കെ നിങ്ങളുടെ പാർട്ട്നേഴ്സായിട്ട് മാറുന്നു. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയ വ്യക്തി 5 ഡയമണ്ട് ആവുകയും നിങ്ങൾ ഈ ഓറിയൻസിൻ്റെ 5 ഡയമണ്ട് ആവുകയും ചെയ്യുന്ന സമയം തൊട്ടാണ് ഈ പാർട്ണർഷിപ്പ് ബോണസ് നിങ്ങൾക്ക് കിട്ടി തുടങ്ങുന്നത്. ഇപ്പം നിങ്ങൾ പരിചയപ്പെടുത്തിയ നിങ്ങളുടെ ഒരു ബന്ധുവോ സുഹൃത്തോ പരിചയക്കാരായിട്ടുള്ളൊരു വ്യക്തി 5 ഡയമണ്ട് ആയി, അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ നിങ്ങളും 5 ഡയമണ്ട് ആയി. സോ ഇവിടെ മുതൽ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ബോണസിന് എലിജിബിളായി. ഇനി എങ്ങനെയാണ് വരുമാനം കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ഓറിയൻസിൽ നിന്നും എത്ര രൂപ കോമ്പൻസേഷൻ ബോണസ് വാങ്ങുന്നുണ്ടോ അതിൻ്റെ 10%. ഇപ്പം നിങ്ങൾ പരിചയപ്പെടുത്തിയ വ്യക്തി ഓറിയൻസിൽ നിന്നും 1 ലക്ഷം രൂപ കോമ്പൻസേഷൻ ബോണസ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ 10% 10,000 രൂപ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ബോണസ് കിട്ടും. നിങ്ങൾ പരിചയപ്പെടുത്തിയ വ്യക്തി 10,000 രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ 1000 രൂപ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പരിചയപ്പെടുത്തിയ വ്യക്തി 50,000 വാങ്ങുന്നുണ്ടെങ്കിൽ 5,000 രൂപ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പരിചയപ്പെടുത്തിയ വ്യക്തി 10 ലക്ഷം രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ 10% 1 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ
നിങ്ങളുടെ പാർട്ട്നേഴ്സ് എത്ര രൂപ കോമ്പൻസേഷൻ ബോണസ് വാങ്ങുന്നുണ്ടോ അതിൻ്റെ 10% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി അക്കൗണ്ടിൽ നിന്ന് തരുന്ന സിസ്റ്റമാണ് പാർട്ണർഷിപ്പ് ബോണസ്. ഇന്ന് ഒരിക്കലും നമ്മുടെ പാർട്ട്നേഴ്സ് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നല്ല നമുക്ക് തരുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള വരുമാനം അവർക്ക് കൊടുക്കുകയും അതിൻ്റെ 10% കമ്പനി അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇതാണ് ഓറിയൻസിൻ്റെ പാർട്ണർഷിപ്പ് ബോണസിൻ്റെ പ്രത്യേകത. ഇനി നിങ്ങൾക്ക് എത്രത്തോളം പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ഈ പാർട്ണർഷിപ്പ് ബോണസ് കിട്ടും. നിങ്ങളൊരു 10 പേരെ പാർട്ട്നേഴ്സ് ആക്കിയാൽ ആ 10 പേരുടെ പാർട്ണർഷിപ്പ് ബോണസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ 25 പാർട്ട്നേഴ്സിനെ കൊണ്ടുവന്നാൽ ആ 25 പാർട്ട്നേഴ്സിൻ്റെ പാർട്ണർഷിപ്പ് ബോണസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് 100 പാർട്ട്നേഴ്സിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ ആ 100 പേരുടെ പാർട്ണർഷിപ്പ് ബോണസ് നിങ്ങൾക്ക് കിട്ടും. അത്തരത്തിൽ എത്ര വേണമെങ്കിലും പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഓറിയൻസ് നമുക്ക് തരുന്നുണ്ട്. പരിധിയില്ലാതെ നമുക്ക് പാർട്ട്നേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഡെവലപ്പ് ചെയ്ത് പാർട്ണർഷിപ്പ് ബോണസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഓറിയൻസിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ 6ാമത്തെ വരുമാനം എന്ന് പറയുന്ന റിവാർഡുകളാണ്. സമ്മാനം ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല. എല്ലാവർക്കും സമ്മാനങ്ങളും അംഗീകാരങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. ശരിയല്ലേ? ഓറിയൻസും അതുപോലെ തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും അംഗീകരിക്കാനും അവർക്ക് വേണ്ടിയിട്ട് സമ്മാനങ്ങൾ കൊടുക്കാനും ഓറിയൻസ് തയ്യാറാണ്. ഓറിയൻസ് ഒരു വ്യക്തിയെ ലീഡറായിട്ട് അംഗീകരിക്കുന്നത് ആ വ്യക്തി 4 ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കിൽ എത്തുമ്പോഴാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് റിയൽ ബിസിനസ്സുകാരൻ അഥവാ റിയൽ ലീഡറായിട്ട് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദ്യത്തെ സമ്മാനമാണ് ഒരു എക്സിക്യൂട്ടീവ് ബാഗ്. നിങ്ങൾ എന്ന് ഓറിയൻസിൻ്റെ 4 ഡയമണ്ട് റാങ്കിലെത്തോ ആ നിമിഷം നിങ്ങൾക്ക് ഈ ഒരു എക്സിക്യൂട്ടീവ് ബാഗ് നിങ്ങൾ എലിജിബിൾ ആവും. തൊട്ടടുത്ത് നടക്കുന്ന ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ എക്സിക്യൂട്ടീവ് ബാഗ് കിട്ടുമെന്നുള്ളതാണ്. ഇന്ന് ഓറിയൻസിൽ ലക്ഷക്കണക്കിന് വ്യക്തികൾ ഈ രീതിയിൽ എക്സിക്യൂട്ടീവ് ബാഗുകൾ ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞു. അടുത്തത് 5 ഡയമണ്ട് എന്ന് പറയുന്ന റാങ്ക്. ഈ 5 ഡയമണ്ട് റാങ്കിൽ നിങ്ങൾ എപ്പോഴാണോ എത്തുന്നത് ആ നിമിഷം നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ ഗിഫ്റ്റ് അച്ചീവറായിട്ട് മാറിയിട്ടുണ്ടാകും. ഓറിയൻസിൻ്റെ 5 ഡയമണ്ട് റാങ്കിൽ നിങ്ങൾക്ക് തരുന്ന റിവാർഡാണ് ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ. അതിനോടൊപ്പം തന്നെ 6 ഡയമണ്ട് റാങ്കിൽ എത്തുമ്പോഴത്തേക്കും ഓറിയൻസ് തരുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ലാപ്ടോപ്പാണ്. നിങ്ങൾ എന്നാണോ 6 ഡയമണ്ട് റാങ്കിൽ എത്തുന്നത് ആ നിമിഷം നിങ്ങൾ കമ്പനിയുടെ ലാപ്ടോപ്പ് അച്ചീവറായിട്ട് മാറിയിട്ടുണ്ടാകും. ഇതിനോടൊപ്പം തന്നെ അടുത്ത റാങ്ക് എന്ന് പറയുന്നത് 7 ഡയമണ്ട് റാങ്ക്. ഈ 7 ഡയമണ്ട് റാങ്കിൽ എത്തുമ്പോഴത്തേക്കും ഓറിയൻസ് തരുന്ന ഗിഫ്റ്റ് എന്താണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിലുള്ള ഒരു സ്വപ്നമാണ് കടമില്ലാത്ത ഒരു കാർ ഉള്ളതെങ്കിൽ അത്തരത്തിൽ കടമില്ലാത്ത ഒരു കാർ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു 3.5 ലക്ഷം രൂപ മിഡ് സെഗ്മെൻറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഫുൾ പൈസയും തരും. 3.5 ലക്ഷം രൂപ ഒരു കാർ ഫണ്ടായിട്ട് തരും. ഇന്ന് സാധാരണക്കാരനായിട്ട് വന്ന ഒട്ടനവധി വ്യക്തികൾ ഇന്ന് ജീവിതത്തിൽ കാറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഓറിയൻസ് ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്ത് 7 ഡയമണ്ട് റാങ്കിൽ എത്തി എന്നുള്ളതാണ്. നിങ്ങൾ എന്നാണോ 7 ഡയമണ്ട് റാങ്കിൽ എത്തുന്നത് ആ നിമിഷം നിങ്ങൾ ഒരു കാർ അച്ചീവറായിട്ട് മാറിയിട്ടുണ്ടാകും. അത് 3 മാസം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താം, 6 മാസം കൊണ്ട് വേണമെങ്കിൽ എത്താം, 1 വർഷം കൊണ്ട് വേണമെങ്കിൽ എത്താം, 5 വർഷം കൊണ്ട് വേണമെങ്കിൽ എത്താം. അപ്പോൾ ഏത് രീതിയിൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കണം, ഏത് രീതിയിൽ ബിസിനസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരാണ് തീരുമാനിക്കേണ്ടത്. സീരിയസ് ആയിട്ട് ബിസിനസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം മതി. അതിനേക്കാൾ വളരെ സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്താൽ 3 മാസം മതി. അപ്പോൾ എത്ര സമയം കൊണ്ട് ഈ അച്ചീവ്മെൻറ്റ്സ് വേണമെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു അവസരമുണ്ട്. ഇവിടെ ഒരിക്കലും ഇത്ര സമയം കൊണ്ട് ഈ റാങ്കിൽ എത്തിയാലേ തരുള്ളൂ എന്ന് ഒരിക്കലും ഓറിയൻസ് പറയുന്നില്ല. എത്തുക എന്നുള്ളതാണ് പ്രധാനം. സമയം തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇനി അതിനോടൊപ്പം തന്നെ 7 ഡയമണ്ട് റാങ്കിൽ 3.5 ലക്ഷം രൂപയുടെ ഒരു മിഡ് സെഗ്മെൻറ്റ് കാറാണ് ഓറിയൻസ് ഗിഫ്റ്റ് റിവാർഡായിട്ട് തരുന്നതെങ്കിൽ അടുത്ത റാങ്ക് എന്ന് പറയുന്നത് ഗോൾഡ് ഡയറക്ടർ റാങ്ക്. ഈ ഗോൾഡ് ഡയറക്ടർ റാങ്കിൽ എത്തുമ്പോഴത്തേക്കും ഓറിയൻസ് നമുക്ക് തരുന്ന ഗിഫ്റ്റ് 6 ലക്ഷം രൂപയുടെ ഗോൾഡാണ്. 6 ലക്ഷം രൂപയുടെ ഗോൾഡ്. ഇതും വാങ്ങിക്കഴിഞ്ഞ നിരവധി വ്യക്തികൾ ഇന്ന് ഓറിയൻസിലുണ്ടെന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ റിവാർഡുകൾ വാങ്ങിയൊരു വ്യക്തി കൂടിയാണ് ഞാനും. എൻ്റെ പേര് ജിജി, ട്രിവാൻഡ്രം സ്വദേശിയാണ്. നിലവിൽ കമ്പനിയുടെ ഗോൾഡ് ഡയറക്ടറാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ അടുത്ത റാങ്ക് എന്ന് പറയുന്നത് ഡയമണ്ട് ഡയറക്ടർ. ഈ ഡയമണ്ട് ഡയറക്ടർ റാങ്കിൽ എത്തുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബിസിനസ് വൈഡായിട്ടുണ്ടാവും. ഇത് ബന്ധങ്ങളിലൂടെ വളരുന്ന ബിസിനസ്സാണ്. നമ്മൾ തുടങ്ങുന്നിടത്തോ നമ്മൾ പറയുന്നിടത്തോ ഈ ബിസിനസ് നിൽക്കില്ല. ഇത് കേട്ടറിഞ്ഞ് പല സ്ഥലങ്ങളിലെത്തും. നമ്മുടെ ബിസിനസ് പല സ്ഥലങ്ങളിലേക്ക് ഡെവലപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പല സ്ഥലങ്ങളിൽ ബിസിനസ് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ചിട്ട് നമുക്ക് എന്താണോ ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്ന് കമ്പനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടൂൾ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി ഡയമണ്ട് ഡയറക്ടർ ആകുമ്പോൾ ഓറിയൻസ് തരുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു 14 ലക്ഷം രൂപയുടെ ലക്ഷറി കാർ ഫണ്ടാണ്. ഇതും അച്ചീവ് ചെയ്ത എത്രയോ വ്യക്തികൾ ഇന്ന് ഓറിയൻസിലുണ്ട്. വളരെ സാധാരണക്കാരനായിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഇത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിരവധി വ്യക്തികൾ ഇന്ന് ഓറിയൻസിലുണ്ടെന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ എന്നാണോ കമ്പനിയുടെ ഡയമണ്ട് ഡയറക്ടർ ആവുന്നത് ആ നിമിഷം നിങ്ങൾ
കമ്പനിയുടെ ഒരു ലക്ഷറി കാർ ഫണ്ട് അച്ചീവറായിട്ട് മാറിയിട്ടുണ്ടാകും. അടുത്ത റാങ്ക് അംബാസഡർ. ഈ അംബാസഡർ റാങ്കിൽ എത്തുന്ന സമയത്ത് ഓറിയൻസ് നമുക്ക് തരുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക്. ഇതും അച്ചീവ് ചെയ്ത നിരവധി വ്യക്തികളുണ്ട്. കേരളത്തിൽ ഇത് അച്ചീവ് ചെയ്ത നിരവധി വ്യക്തികളുണ്ടെന്നുള്ളതാണ് സത്യം. ഇനി അതിനോടൊപ്പം തന്നെ അംബാസഡർ റാങ്കിലെത്തുമ്പോഴത്തേക്കും ഒരു 25 ലക്ഷം രൂപയാണ് നമുക്ക് റിവാർഡായിട്ട് തരുന്നതെങ്കിൽ അടുത്ത റാങ്കായിട്ടുള്ള ക്രൗൺ അംബാസഡർ എന്ന് പറയുന്ന റാങ്കിലെത്തുമ്പോഴത്തേക്കും ഓറിയൻസ് നമുക്ക് തരുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷറി ഹൗസ് ഫണ്ടാണ്. 40 ലക്ഷം രൂപയുടെ ഒരു ഹൗസ് ഫണ്ടാണ് ഓറിയൻസ് ഈ റാങ്കിൽ നമുക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിക്കുക. ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒരു 3 വർഷം 4 വർഷം 5 വർഷം ഒന്ന് കഷ്ടപ്പെട്ടു, ജനങ്ങളടുത്ത് ഓറിയൻസിനെ കുറിച്ച് പറഞ്ഞു, ഈ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തി, ഈ ബിസിനസ്സിന്റെ അവസരം പറഞ്ഞു, അവരെ കൂടെ നിർത്തി അവരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു റാങ്കിലേക്ക് എത്തുക. അങ്ങനെ ഒരു 3, 4, 5 വർഷം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കമ്പനിയുടെ ക്രൗൺ അംബാസഡർ എന്ന് ഒന്ന് വിചാരിച്ചു നോക്കിയേ. 100% നിങ്ങൾ എന്നാണോ ഓറിയൻസിന്റെ ക്രൗൺ അംബാസഡർ റാങ്കിൽ എത്തുന്നത് ആ നിമിഷം നിങ്ങൾ കമ്പനിയുടെ ഹൗസ് ഫണ്ട് അച്ചീവറായിട്ട് മാറിയിട്ടുണ്ടാകും. 40 ലക്ഷം രൂപയുടെ ഹൗസ് ഫണ്ട് നിങ്ങൾക്ക് ഓറിയൻസിൽ നിന്നും കിട്ടിയിട്ടുണ്ടാകും. ഇത് അച്ചീവ് ചെയ്ത വ്യക്തികൾ ഇന്ന് ഓറിയൻസിലുണ്ട്, കേരളത്തിലുമുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അടുത്ത റാങ്ക് എന്ന് പറയുന്നത് 1 ഡയമണ്ട് ക്രൗൺ അംബാസഡർ എന്നാണ്. ഈ റാങ്കിലെത്തുമ്പോഴത്തേക്ക് ഓറിയൻസ് നമുക്ക് തരുന്ന ഗിഫ്റ്റ് 777 റിവാർഡാണ്. ഒന്ന് 77 ലക്ഷം രൂപയുടെ ലക്ഷറി വില്ല ഫണ്ടും, അടുത്തത് ലോകത്തിലെ 7 അത്ഭുതങ്ങൾ വിത്ത് ഫാമിലി ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ വേൾഡ് ടൂറും. ഈ ഒരു റാങ്കിൽ മാത്രം ഓറിയൻസ് റിവാർഡിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത് 1 കോടി രൂപയാണ്. ആലോചിച്ച് നോക്കിയ 1 കോടി രൂപയുടെ റിവാർഡ് ഒരു റാങ്കിൽ മാത്രം തരുന്ന ഒരു കമ്പനിയാണ് ഓറിയൻസ് ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് കൊണ്ട് തീർന്നില്ല. അടുത്തത് 7 തരത്തിലുള്ള വരുമാനത്തിൽ 7ാമത്തെ വരുമാനമാണ് ഹോണററി ബോണസ്. ഹോണററി ബോണസ് എന്ന് പറയുന്ന റോയൽറ്റിയാണ്. പല കമ്പനികളും റോയൽറ്റി കൊടുക്കുന്നത് പ്രോഫിറ്റിൻ്റെ ഷെയർ ആണെങ്കിൽ ആ പ്രോഫിറ്റ് തീരുമാനിക്കുന്നത് ആ കമ്പനികളാണ്. വരവ് കറക്റ്റ് കാണിക്കും, ചിലവ് കൂട്ടി കാണിച്ചാൽ പ്രോഫിറ്റുകൾ കുറയും. ഓറിയൻസ് ഒരിക്കലും പ്രോഫിറ്റിൻ്റെ ഷെയർ അല്ല റോയൽറ്റി ആയിട്ട് തരുന്നത്. ഓറിയൻസിൻ്റെ വേൾഡ് വൈഡ് നടക്കുന്ന ബിസിനസ്സിൻ്റെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 2% ഗോൾഡ് ഡയറക്ടർ ആൻഡ് എബോ റാങ്കിലുള്ള വ്യക്തികൾക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് തരുന്ന ഒരു കമ്പനി. ഇന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഈ റോയൽറ്റി ഇൻകം വാങ്ങുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇന്ന് നൂറുകണക്കിന് വ്യക്തികൾ ഈ റോയൽറ്റി അച്ചീവറായിട്ട് ഇന്ന് ഓറിയൻസിലുണ്ടെന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. കേരളത്തിലും നിരവധി വ്യക്തികൾ ഈ റോയൽറ്റി ഇൻകം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി ഈ 7 തരം വരുമാനങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞെങ്കിലും ഓറിയൻസിൽ ഇന്ന് സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഓരോ വ്യക്തികളെ എടുത്ത് പരിശോധിച്ചാൽ അവരെന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഈ റിവാർഡുകൾ തന്നെയാണ്. ഞാനും ഈ ഓറിയൻസ് തിരഞ്ഞെടുക്കാൻ കാരണം ഈ റിവാർഡ് തന്നെയാണ്. ഇന്ന് എല്ലാ വ്യക്തികളും ഓറിയൻസ് ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരെ അതിനെ പ്രേരിപ്പിച്ചത് ഓറിയൻസ് ഗിഫ്റ്റായിട്ട് തരുന്ന ഈ റിവാർഡുകൾ തന്നെയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ റിവാർഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ വാല്യൂ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 കോടി രൂപയുടെ റിവാർഡാണ്. ഏകദേശം 2 കോടി രൂപയുടെ ഗിഫ്റ്റുകളാണ് ഓറിയൻസ് നമുക്ക് വേണ്ടിയിട്ട് തരുന്നത്. ഈ റിവാർഡുകളെ വ്യക്തമായിട്ടൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും അധ്വാനിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഈ റിവാർഡുകളിലുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവരെന്തിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു പ്രിയ സുഹൃത്തുക്കളെ? സ്വന്തം കുടുംബത്തെ പോലും ഉപേക്ഷിച്ചിട്ട് അവരെന്തിനു വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കഷ്ടപ്പെടുന്നു പ്രിയ സുഹൃത്തുക്കളെ? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, വരുമാനം ഉണ്ടാക്കുക, സമ്പാദിക്കുക. ആ സമ്പാദിച്ച് സ്വരൂപിച്ച് കൂട്ടിയ പൈസ കൊണ്ട് നല്ലൊരു വീട് വയ്ക്കണം, നല്ലൊരു വാഹനം മേടിക്കണം, കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, അതുപോലെ കുട്ടികളെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചു വിടണം, അത്യാവശ്യം കുടുംബത്തിലുള്ള എല്ലാവരുടെയും കയ്യിലും കാതിലും കഴുത്തിലും ഒക്കെ സ്വർണം കൊടുക്കണം, നല്ലൊരു വാഹനം ഉണ്ടാവണം. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും അധ്വാനിക്കുന്നതെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. 10 വർഷവും 15 വർഷവും 20 വർഷവും 30 വർഷവും 50 വർഷവും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്. പക്ഷെ അവരെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ കഴിഞ്ഞ നാളുകളിൽ അവരാരെങ്കിലും സമ്പാദിച്ച് അവരാരെങ്കിലും ജോലി ചെയ്ത പൈസ കൊണ്ട് മിച്ചം പിടിച്ച് വെച്ചിട്ടുള്ള പൈസ ഉപയോഗിച്ച് അവർക്ക് ഈ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ? അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിച്ച രീതിയിലുള്ള നല്ല വീടുകൾ വെച്ചിട്ടുണ്ടോ? നല്ല വാഹനങ്ങൾ മേടിച്ചിട്ടുണ്ടോ? കടമില്ലാതെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ? കടമില്ലാതെ കുട്ടികളെ വിവാഹം കഴിച്ച് വിട്ടിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ അവർക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരം ഇല്ല എന്നായിരിക്കും.
കാരണം അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലം അതാണ്, കിട്ടുന്ന വരുമാനത്തെക്കാൾ ഉപരി ചെലവുകളുണ്ട്. ജീവിത ചെലവുകൾ കഴിച്ചിട്ട് ₹1 പോലും മിച്ചം പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ചെലവുകൾ കൂടുന്നു. അവിടെയാണ് ഓറിയൻസ് നമുക്ക് തരുന്ന ഈ ഒരു വലിയ ബിസിനസ് അവസരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ഒരു ബിസിനസ് അവസരം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ തയ്യാറായാൽ, പരിശ്രമിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കത്തില്ല പ്രിയ സുഹൃത്തുക്കളെ. ഒരു ദിവസം ₹100 കിട്ടണമെങ്കിലും നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. 1000 കിട്ടണമെങ്കിലും അധ്വാനിക്കണം, 10,000 കിട്ടണമെങ്കിലും അധ്വാനിക്കണം. എന്നാൽ ഓറിയൻസിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായാൽ, ഇതിനൊരു ബിസിനസ്സായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറായാൽ, ഇതിൻ്റെ ആശയം ജനങ്ങൾക്ക് മുഴുവൻ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി സമൂഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണം മനസ്സിലാക്കാൻ തയ്യാറായാൽ, സമൂഹത്തിന് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ്, ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചാൽ, സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബിസിനസ്സിലൂടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ഒരു 3 തൊട്ട് 5 വർഷം വരെ കഷ്ടപ്പെടാൻ തയ്യാറായാൽ, ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടാൻ തയ്യാറായാൽ, ആത്മാർത്ഥമായിട്ട് ഇതിനോടൊപ്പം നിന്ന് പരിശ്രമിക്കാൻ തയ്യാറായാൽ, നിങ്ങൾക്കാർക്കും ഓറിയൻസിൻ്റെ ക്രൗൺ അംബാസഡർ എന്ന് പറയുന്ന റാങ്കിലെത്താൻ പറ്റും. അങ്ങനെ നിങ്ങൾ എത്താൻ സാധിച്ചാൽ, നിങ്ങൾ ഓറിയൻസിൻ്റെ ഒരു 1 ഡയമണ്ട് ക്രൗൺ അംബാസഡറായി നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഓറിയൻസിൽ നിന്ന് കിട്ടിയ വരുമാനം മുഴുവൻ നിങ്ങളുടെ ജീവിത ചെലവുകൾക്കെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, ഒരു 1 ഡയമണ്ട് ക്രൗൺ അംബാസഡറായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരിൽ വീടുണ്ടാവും, ബാങ്ക് ബാലൻസ് ഉണ്ടാവും, വാഹനങ്ങളുണ്ടാവും, സ്വർണ്ണമുണ്ടാവും, നിങ്ങളുടെ ലൈഫ് സെറ്റിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ 2 കോടി രൂപയുടെ റിവാർഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസറ്റായിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് ഓറിയൻസിൻ്റെ ബിസിനസ് പ്ലാൻ. ആ ഒരു ബിസിനസ് പ്ലാനിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു കമ്പനിയോടൊപ്പം നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ വ്യക്തികളെയും വിജയിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം ഓൾറെഡി ഓറിയൻസിലുണ്ട്. ട്രെയിനിങ് സിസ്റ്റമുണ്ട്, പ്രോഗ്രാമുകളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ 100% നിങ്ങൾ എന്നാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ നിമിഷം മുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പറ്റം ലീഡേഴ്സ് ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്, ഒരു കമ്പനി തന്നെ കൂടെയുണ്ട്, ലീഡേഴ്സിൻ്റെ ഒരു നിര കൂടെയുണ്ട്. നല്ലൊരു ടീമിനെ സെലക്ട് ചെയ്തുകൊണ്ട്, നല്ല ലീഡേഴ്സിനോടൊപ്പം നിന്നുകൊണ്ട്, വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ 100% ഓറിയൻസിലൂടെ എല്ലാ വ്യക്തികൾക്കും വിജയിക്കാൻ സാധിക്കും. കാരണം ഇത് കാലഘട്ടത്തിൻ്റെ ബിസിനസ്സാണ്, ജനങ്ങൾക്ക് നന്മ കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ്, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. 100% നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കണ്ട മുഴുവൻ സ്വപ്നങ്ങളും മുഴുവൻ ആഗ്രഹങ്ങളും ഓറിയൻസിലൂടെ സാക്ഷാത്കരിക്കാൻ ജഗദീശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം പ്രസന്റേഷൻ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ഓറിയൻസിൻ്റെ മാർക്കറ്റിംഗ് പ്ലാനും ഓറിയൻസിൻ്റെ ഉൽപ്പന്നങ്ങളും ഓറിയൻസ് കമ്പനിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള മറ്റുള്ള ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള മറ്റ് വീഡിയോസ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വിഷ് യു ഓൾ ദ സക്സസ് ഇൻ യുവർ ലൈഫ്. ജയ് ഹിന്ദ്, ജയ് ഓറിയൻസ്.